അവരുടെ സേഫായിട്ട് അവരെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ദുരന്ത സമയത്ത് രാഷ്ട്രീയം മുതലാക്കാൻ വരുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ എല്ലാ ഡോക്യുമെന്റ്സും വെച്ച് വരാം. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടോ നമുക്ക് ഡിസ്കസ് ചെയ്യാം, സംസാരിക്കാം. എന്തെങ്കിലും ഇനി അഥവാ ഇപ്പൊ തന്നെ ഇവിടെ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്ന ആൾക്ക് പേരിൽ ഷോക്കോസ് കൊടുത്തിരിക്കുകയാണ്. അതെ, ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ വെച്ച് ഇപ്പൊ ഇഷ്യൂസ് ഒന്നും ഇല്ല, മഴ കുറച്ചു നേരമായിട്ടില്ല. അപ്പൊ നമുക്ക് മണ്ണ് നീക്കം ചെയ്യാം. പക്ഷെ അവിടുത്തെ ട്രാഫിക്കിനെ കുറിച്ച് നമ്മൾ ഒന്നും കൂടെ ആലോചിച്ചിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനെ കുറിച്ചും ആലോചിച്ചിട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഇതുണ്ടായിട്ടല്ല. ഇപ്പോ ഈ ഡിസാസ്റ്റർ പിന്നെ ഷൂട്ടിംഗ് അത് വല്ലാതെ പ്രയാസമാണ്. ആളുകൾ അവിടെ വന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനെ വീഡിയോ ചെയ്യുക, തെറ്റിദ്ധാരണ പരിപ്പിക്കുന്ന വീഡിയോസാണ് അധികം പോകുന്നത്. ആളുകളുടെ പാനിക്കാവും കുറച്ചുകൂടെ. അതുകൊണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഈ സമീപത്തെ വീടുകളിലെ കുടുംബങ്ങൾ ഇപ്പോൾ ക്യാമ്പിലാണല്ലോ, അവരിങ്ങോട്ട് മാറ്റുന്നത് സംബന്ധിച്ച് അതെ, ഈ രണ്ട് കാര്യവും, ഈ ഗതാഗതം പിന്നെ പുനരാരംഭിക്കുന്ന കാര്യവും അതുപോലെ തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതും ഒന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജൂണിൽ അനുമതി അവസാനിച്ചെന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം പിന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനം നടന്നതായി നഗരസഭയുടെ ഞാൻ പറഞ്ഞല്ലോ, ജൂൺ വരെ പെർമിഷൻ കൊടുത്തിരുന്നു. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണെങ്കിൽ നഗരസഭയ്ക്ക് ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കാം, നഗരസഭയ്ക്ക് മണ്ണെടുക്കാനുള്ള പെർമിഷൻ കൊടുക്കാം. ഈ ജൂണിന് ശേഷം ചെയ്തതായിട്ട് നമുക്ക് ഒരു പരാതിയും കിട്ടിയിട്ടില്ല, നമ്മൾ ആരും കണ്ടിട്ടില്ല. നമ്മൾ ഇതൊക്കെ വഴി പോകുന്ന ആളാണ്. നമ്മൾ ഇതുവരെ ജൂണിന് ശേഷം ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത് അറിയില്ല എന്നല്ല, കണ്ടിട്ടില്ല. നമ്മളോട് ആരും ഇവിടൊക്കെ ആളുകൾ ഇരിക്കുന്നതാണ്. ഈ സ്ഥിരമായിട്ട് ഇപ്പൊ ഇന്നലെ വ്യക്തമായിട്ട് രാഷ്ട്രീയമാണ് പറഞ്ഞത്. നമ്മൾ ആ സമയത്ത് ആളുകളെ സേഫായിട്ട് അവരൊക്കെ ഒന്നും നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്, അവരുടെ ജീവൻ ആപത്ത് നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയം കേൾക്കാനോ നമ്മുടെ എക്സ്പ്ലനേഷൻ കേൾക്കാനോ ഉള്ള മാനസികാവസ്ഥയിലല്ല അവരുടെ സേഫായിട്ട് അവരെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ദുരന്ത സമയത്ത് രാഷ്ട്രീയം മുതലാക്കാൻ വരുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ എല്ലാ ഡോക്യുമെന്റ്സും വെച്ച് വരാം. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടോ നമുക്ക് ഡിസ്കസ് ചെയ്യാം, സംസാരിക്കാം. എന്തെങ്കിലും ഇനി അഥവാ ഇപ്പൊ തന്നെ ഇവിടെ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്ന ആൾക്ക് പേരിൽ ഷോക്കോസ് കൊടുത്തിരിക്കുകയാണ്. ഇതിനൊക്കെ അത് മാത്രമല്ല, ഇവിടെ ഒരു സ്പെഷ്യൽ സോൺ ആയിട്ട് ഇവിടെ ആരും ഡിക്ലെയർ ചെയ്തിട്ടില്ല. നമ്മൾ നഗരസഭയുടെ തന്നെ ഹെൽത്ത് സെന്റർ തൊട്ടടുത്ത് നമ്മൾ ലൈസൻസ് കൊടുത്തിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു പെട്രോൾ പമ്പ് വരികയാണ്. എവിടെയാണ് ഇതിപ്പോ ഒരു വീടിന് പെർമിറ്റ് കൊടുത്തു, മുനിസിപ്പാലിറ്റി ഒരു വീടിന് പെർമിറ്റ് കൊടുത്തു. ആ വീടിന് എന്തെങ്കിലും പ്രകൃതി ദുരന്തം സംഭവിച്ചാൽ അത് മുനിസിപ്പാലിറ്റിയുടെ പ്രശ്നമാണോ, അത് കൗൺസിലറുടെ പ്രശ്നമാണോ? എങ്ങനെയാണ് ആളുകൾ ഇത്ര ഒരു കൃത്യമായിട്ട് ടൂളാക്കിക്കോളൂ, രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ടൂളാക്കിക്കോളൂ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് 2 മാസം മുമ്പ് ഇതിന്റെ സർക്കാർ തലത്തിൽ റവന്യൂലായാലും ശരി, പിന്നെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയാലും ശരി, ഇതാരാണ് ഇതിന് പെർമിഷൻ കൊടുത്തിരുന്നത്? ജിയോളജിയുടെ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഒരു പേപ്പേഴ്സ് ക്ലിയർ ആയി വന്ന സാധനത്തിന് നമ്മൾ പെർമിഷൻ കൊടുക്കാതിരിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുമ്പിൽ അല്ലെങ്കിൽ നഗരസഭയുടെ മുമ്പിൽ, നമ്മളുടെ എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ജനപ്രതിനിധികളല്ല, ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പേപ്പേഴ്സ് ക്ലിയർ ആണെങ്കിൽ അയാൾ പെർമിറ്റിന് കൊടുക്കണ്ടേ? പേപ്പേഴ്സ് ക്ലിയർ ആണെങ്കിൽ അയാൾ മണ്ണെടുക്കാൻ പെർമിഷൻ കൊടുക്കണ്ടേ? ഇത്രയല്ലേ ഉള്ളൂ. ഈ 2 മാസത്തിന് ശേഷം പിന്നീട് അവിടെ നിർമ്മാണ പ്രവർത്തനം നടന്നതായി പരാതികളൊന്നും ഒരു ഈവൻ ഈ സിംഗിൾ പേപ്പറിൽ പോലും ഒരു പരാതി ലഭിച്ചിട്ടില്ല. ഒരു ഫോൺ കോളിൽ പോലും പരാതി വന്നിട്ടില്ല. ആളുകൾ, എന്റെ വാർഡ് കൂടിയാണിത്, ഞാൻ ഇവിടുത്തെ കൗൺസിലർ കൂടിയാണ്. ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളിലും എനിക്കറിയാലോ, ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നല്ല, ഇല്ല എന്ന് തന്നെ വേണം പറയാൻ.